ഓൾമോസ്റ്റ് ഒരു 5 years സ്റ്റാർട്ടാകാതെ കിടക്കുന്ന വണ്ടിയാണത്. ഇത് ഉപ്പോപ്പൻ്റെ വയസ്സുണ്ടല്ലോ അതിന്. ക്രാങ്കപ്പ് നമ്മൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വണ്ടി എടുക്കാനൊരു പ്ലാനാണ്. വണ്ടി എടുക്കാനുള്ള ലൊക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്. ലൊക്കേഷൻ വന്നിട്ട് നോക്കാം. നമ്മളൊരു ഖത്തറി ഫ്രണ്ടിൻ്റെ ഫാമിൽ കിടക്കുന്ന വണ്ടിയാണ്. ടേക്ക് ലെഫ്റ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സെൽവം പറഞ്ഞ പോലെ ഒരു വണ്ടി എടുക്കാനാണ്. ടൊയോട്ട ടുണ്ട്ര ഫസ്റ്റ് ജനറേഷനാണ്. അതിവിടെ നമ്മളൊരു ഖത്തറി ഫ്രണ്ടിൻ്റെ ഫാമിലാണ് കിടക്കുന്നത്. ബാക്കി നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഫാമൊക്കെ പോണ റൂട്ടാണിത്. നമ്മൾ പറഞ്ഞ വണ്ടി ഇതാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് ഖത്തറിയുടെ ഇതാണത്. അവരുടെ ഫാമാണ്. ഇവിടെ കാണാൻ നമുക്ക് ഇതാക്കണം. ആസ് യൂഷ്വൽ ഒട്ടകങ്ങളുണ്ട്, അപ്പുറത്ത് ആടുകൾ. ഇത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പണി കിട്ടിയതാ. എപ്പോഴും ചെയ്യുന്ന മാതിരി തന്നെ നമ്മൾ ആദ്യം തുറന്നിട്ട് നമ്മൾ ഓയിലും വെള്ളം നോക്കണം. എന്നിട്ട് മറ്റേ ഇവർ പറഞ്ഞ മാതിരി ആദ്യം ഒന്ന് മണത്ത് നോക്കുക, എന്നിട്ടൊന്ന് ഓക്കെ. നെക്സ്റ്റ് വെള്ളമൊക്കെ ഉണ്ട്, പക്ഷേങ്കിൽ ടോട്ടലി ക്ലോഗ്ഡാണ് റേഡിയേറ്ററെല്ലാം. പിന്നെ കണ്ടിട്ട് വലിയൊരു പ്രശ്നങ്ങളൊന്നും കാണാനൊന്നുമില്ല. നമുക്ക് ഏതായാലും ബാറ്ററി വെച്ചിട്ട് ഇനീഷ്യലൊന്ന് ക്രാങ്ക് ചെയ്താൽ നോക്കാം. നമ്മളിതാ ബാറ്ററി വെച്ചാണ്. ബാക്കി ഇനി നമ്മൾ ഫസ്റ്റ് ക്രാങ്കിങ്ങിൽ ശ്രമിക്കുകയാണ്. കുറേ കാലമായിട്ട് നിർത്തിയിട്ടതാണ്. നിങ്ങൾക്ക് ഇവിടെ ചലന്തി വലയൊക്കെ കാണാം. ഓക്കെ, ലുക്ക് അറ്റ് ഹിയർ സ്പൈഡർ. വി ആർ ട്രൈയിങ് ടു സ്റ്റാർട്ട്. ക്രാങ്കപ്പ്. ഓക്കെ, അപ്പോൾ ഇനിയിത് പെട്രോൾ വരുന്നില്ല എന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ സംഭവിക്കാനുള്ള കേസ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫ്യൂൽ പമ്പ് ഡാമേജ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ തൽക്കാലം നമ്മളിപ്പോൾ എന്ത് ചെയ്യും, ഒന്ന് ഡയറക്റ്റ് പെട്രോൾ കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ലുക്ക് അറ്റ് ഹിയർ. വലിയ ഹാർഡായിട്ടൊന്നുമില്ല കേട്ടോ, അത്ര നിർത്തിയിട്ടിട്ടും വണ്ടി. പൈപ്പുകൾ സാധാരണ നോർമലി നമുക്ക് കാണണ്ടല്ലേ, ഈ പൈപ്പുകളൊക്കെ പൊട്ടിപ്പോലെ. ജപ്പാനാണ് തറവാടെന്നുള്ള മുതലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓൾവേസ് ചൂസ് ടൊയോട്ട. നമ്മൾ ഒരു ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇട്ട മാതിരിയാണ്. നമ്മൾ ഫസ്റ്റ് പോണ ഒരു ഡിപ്രസേഷനുള്ളിൽ വരിക, പിന്നെ അതൊരു സ്റ്റേബിൾ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് ക്രാങ്ക് തന്നെ. ക്രാങ്ക് യെസ്. സോ ഫസ്റ്റ് ക്രാങ്കിങ് സെറ്റാണ്. അപ്പോൾ ബാക്കി നമ്മളിനി ചെയ്യാൻ പോകുന്നത്, this is the Toyota man. You cannot kill Toyota. No. ഓൾമോസ്റ്റ് ഒരു 5 years സ്റ്റാർട്ടാകാതെ കിടക്കുന്ന വണ്ടിയാണത്. അത് നമ്മൾ ഫസ്റ്റ് ജസ്റ്റ് ഒന്ന് പെട്രോൾ സ്മെല്ല് ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. ഫസ്റ്റ് ക്രാങ്ക് തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടാണ്. അതാണ് ടൊയോട്ട. ഇനി നമുക്ക് ടാസ്കുകൾ ഉണ്ട് ഇവിടെ. ഇത് ഈ കിടക്കുന്ന GMC ഉണ്ട്. ഇതുപോലെ തന്നെ കിടക്കുന്ന വണ്ടിയാണ്. ഇതൊക്കെ ഒരൊറ്റ സ്റ്റാർട്ടിങ് ക്രാങ്കിന് സ്റ്റാർട്ടാവുന്ന വണ്ടികളാണ്. ഇത് ഉപ്പോപ്പൻ്റെ വയസ്സുണ്ടല്ലോ അതിന്. പക്ഷേ ഇതെല്ലാം ഈ വണ്ടിക്കെല്ലാം എന്താ പെട്ടെന്ന് സ്റ്റാർട്ടാകും വണ്ടി. ഇതുപോലെ ഞാനൊരു വണ്ടി ഒരു ഫാമിൽ ഒരു ബ്രേക്ക് ഡൗൺ പോയിട്ട് അവർ ചോദിച്ച് വണ്ടി നോക്കുക വെച്ച്. കാരണം അതിലോട്ടൊക്കെ മരങ്ങളൊക്കെ എടുത്ത് വന്ന വണ്ടിയാണ്. ഇതുപോലെ തന്നെ കുറച്ച് പെട്രോൾ ഒഴിച്ചാണ്ട് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ. പക്ഷേ പുതിയ GMC ഇങ്ങനെ സ്റ്റാർട്ടാവില്ല, അത് വേറെ. ഇപ്പോൾ ഇത് കിടക്കുന്നത് വണ്ടിയുടെ അവസ്ഥയാണ്. ഇനി നമ്മളിതിന് ബാക്കി ടയറുകൾ കൊണ്ടുവരണം. ഇപ്പോൾ ഒന്നും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലേ. അടിച്ചോ. സോ നമ്മളധികം താമസിക്കാതെ വണ്ടി ഇവിടുന്ന് നമ്മൾ ബ്രേക്ക് ഡൗൺ ടോ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ടയർ ഇതിന് സെറ്റാക്കണം. എവറിത്തിങ് വർക്കിംഗ് റൈറ്റ്? റിയലി? കം ഓൺ മാൻ. This is Toyota man.
5 years. ഫസ്റ്റ് നമുക്ക് ടോ ചെയ്യണമെങ്കിലും നമുക്ക് ടയർ അറേഞ്ച് ആക്കണം. സൽമാനെ 11 പുലിയാണ് കേട്ടാ, നമുക്ക് ഒരു പേരത്ത് കൂടി വരേണ്ടി വരും. നമ്മൾ വണ്ടി ഇപ്പോൾ കണ്ടില്ലേ, ഇനി അവരെ ബാക്കിയുള്ളൊരു ഫാം സെറ്റപ്പ് കൂടി കാണാം. നമ്മൾ ഈ സിറ്റിയിലൊക്കെ നിൽക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര രസമുള്ളത്. പക്ഷേ ഇവിടെ നിൽക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് വേറെ ഉണ്ടാവേ. ഒരു നൊസ്റ്റോ ഫീലിംഗ്. കാരണം നമ്മൾ നാട്ടിൽ പശുക്കളെയും ഇതിൻ്റെയൊക്കെ പിന്നാലെ നടന്നുകൊണ്ട് ഇത് കാണുമ്പോൾ നമുക്ക് രസമാണ്. പക്ഷെ സ്ഥിരം നിൽക്കുന്ന ആളുകൾക്ക് ഇത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ജീവിതം. ഇതൊരു GMC, ഇതും പിന്നെ ഡാമേജായി കിടക്കുന്ന വണ്ടിയാണ്. ഞാനത് രാത്രി വന്ന് നോക്കിയതാണ്. അപ്പോൾ ഇതിനെ എൻജിൻ സീസ് ആയിക്കണം. ഇതിമൊന്നും നമുക്ക് ചെയ്യാനൊന്നുമില്ല കാര്യമായിട്ട്. അവനക്കും താല്പര്യമല്ല ഇത്. ഇപ്പോൾ അവർക്കിത് ക്യാൻസൽ ചെയ്ത് പിന്നെ സ്ക്രാപ്പ് കൊടുക്കണം എന്നാണ് പറഞ്ഞിരിക്കണേ. അപ്പോൾ അതിൻ്റെ സെറ്റപ്പ് കൂടി ചെയ്ത് കൊടുക്കണം.